السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. فرح الربيع 19. ബഹുമാനപ്പെട്ട സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫ് യാത്ര ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ദുഃഖവും വലിയ ബേജാറും ഉണ്ടായ ഒരു യാത്രയായിട്ട് ത്വായിഫ്. കാരണം സഖീഫ് ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ കുടുംബക്കാരും കൂടിയല്ലേ. ആ സഖീഫ് ഗോത്രക്കാരിൽ എന്തെങ്കിലും ഒരു സഹായ ഭരവസ കിട്ടു ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വലിയ നിരീക്ഷയോടുകൂടി പോയപ്പോൾ ആ നിരീക്ഷ കംപ്ലീറ്റ് ഹുസിയാവും. ആയെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അല്ലാഹു സുബ്ഹാനഹു വ തആലനൊട്ടിಗೆ മുഅ്ജിസത്ത് മുഖേന സഹായിക്കണമെന്ന് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വിചാരിച്ചെങ്കിൽ അത് ഉണ്ടാവത്ത് ചെള്ളതിൽ യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടല്ലേ, ജിബാൽ പർവ്വതത്തെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നിട്ട് പലക്ക് പറഞ്ഞത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ത്വായിഫ് യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബേജാറിൽ ഉണ്ടെങ്കിലും അതിനിടയിൽ ചില സന്തോഷങ്ങളെല്ലാം ഉണ്ടായിട്ട്. അതെന്തോ, ഒന്നാമത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ കേട്ട പോലെ ജിന്നുകളോ ഷഹാദത്ത്, ജിന്നുകൾ വന്നിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചതും ജിന്നുകളിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായതും ആ ഒരു വലിയൊരു സന്തോഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിട്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ ശത്രുക്കളായ ഉത്ബത്ത് ഷൈബത്തറോ അടിമ അദ്ദാസ് ചെണ്ട അയാൾ ഇസ്ലാമിയുടെ അംഗീകരിച്ചതും അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ സന്തോഷമാണ്. ഏതായാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങും കൂടെ ഇന്നോ സെയ്ദ് ബിൻ ഹാരിത റളിയല്ലാഹു അൻഹു ഇങ്ങനെ ജണ്ടാലും ത്വായിഫ് യാത്ര പോയിട്ട് തിരിച്ചു വന്ന ടൈമിലും ഇപ്പം മക്കത്തേക്ക് വന്നോണ്ടുള്ളൂ. മക്കത്തേക്ക് വരുമ്പോൾ മക്കത്തിൽ വലിയ ശത്രു കൂട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്രമിച്ചുകൊണ്ടുള്ളവരല്ലേ. ഇനി എങ്ങനെ മക്കത്തിൽ അള്ളാഹുടെ ദീൻ പ്രചരിപ്പിക്കുക, പരസ്യമായിട്ട് മക്കത്തിൽ അള്ളാഹുടെ ദീൻ എങ്ങനെ ചെല്ല വലിയൊരു ടെൻഷനിൽ. കാരണം മക്കത്തിൽ ഭയങ്കരമായ ശത്രുക്കളുടെ ഹാവലിയെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുറ്റിൽ വിട്ടു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ആപത്ത് ബാന്ധവായിട്ട് വന്ന ഒരു മനുഷ്യനായിട്ട് മുത്ഇം ഇബ്നു അദീ ചെല്ല ഒരു മനുഷ്യ. അയാൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മക്കത്ത് വരുമ്പോൾ അയാളെ കിട്ടു. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അള്ളാഹുടെ മുന്നുള്ളൂ മുഅ്ജിസത്ത് മുഖേന സഹായിക്കുക ആഗ്രഹിച്ച് നിങ്ങൾ അള്ളാഹു കൊടുക്കുക, അതിൽ യാതൊരു സംശയമില്ല. അതേ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊന്നും ആഗ്രഹിക്കില്ല. ദുനിയാവിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അള്ളാഹുടെ ദീൻ പ്രചരിപ്പിക്കണോ ചെല്ലതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിക്കണോ. ദുനിയാവിൽ സുഖ നബി തങ്ങൾ ആഗ്രഹിക്കണമേ ഇല്ല. ആഗ്രഹിച്ച് നിങ്ങൾ അത് കിട്ടത്ത് ചെല്ലതിൽ യാതൊരു സംശയവും ഇല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്ജിസത്ത് ചെല്ല ആ ഒരു അസാമാന്യ ശക്തിയുമേ നബി തങ്ങൾ യൂസാക്കുക ഉദ്ദേശിക്കില്ല. അതുകൊണ്ടിട്ടു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിൽക്കാലത്ത് പണ്ട് ദീനിൻ്റെ ഖിദ്മത്തൊരാൾമാർക്ക് പിൽക്കാലത്ത് പണ്ട് ദീനിക്ക് ഖിദ്മത്തെടുക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കുന്ന ആൾമാർക്ക് ഒരു മാതൃകയായിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരു സാധാരണ രൂപത്തിലുള്ള ആ പ്രവർത്തനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്കിക്കൊണ്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്തേക്ക് എത്തുമ്പോൾ ഇനി ഈ മക്കത്തിൽ ആര് നമുക്ക് ഒരു അമാൻ പത്ര തണ്ടാറ് ഒരു അഭയ ആറ് തണ്ടാറ് ചെണ്ട് ഇങ്ങനെ ഒരു ചിന്തലിക്കൊരു ടൈമിലായിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിർ കിട്ടുമോ മുത്ഇം ഇബ്നു അദീ ചെല്ല ഒരു ആപത്ത് ബാന്ധവ. ആ ഭയങ്കരമായ ആവശ്യത്തെ ഒരു സന്ദർഭത്തിൽ മുത്ഇം ഇബ്നു അദീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വന്നിട്ടുണ്ട്, നിങ്ങൾ എന്ത് ടെൻഷനാക്കണ്ട, നിങ്ങളെ എന്തെല്ല പലക്ക് വരേണ്ടതൊക്കെ പലക്ക് വരൂ, ನಾನು നിങ്ങൾക്ക് അഭയ തണ്ട ചെന്നിട്ട് മുത്ഇം ഇബ്നു അദീ അയാളതാ തൻ്റെ ഘടകം എടുത്തിട്ട് കഅബ ഷരീഫിനെ മുട്ട പോയിട്ട് അവിടെ തവാഫാക്കിയിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നിപ്പാട്ടിയിട്ട് അവിടെ ജോർ വിളിച്ചെല്ല് മുത്ഇം ഇബ്നു അദീ, യാ മഅശറ ഖുറൈശ് ഇന്നി ഖദ് ആജർതു മുഹമ്മദൻ
അത് ഫലായ ഹിജുഹു അഹദുൻ മിൻകും. ഓ ഖുറൈശികളെ, ഇതാ ഞാൻ മുഹമ്മദുക്ക് അഭയ കൊടുത്തരേ, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയ കൊടുത്തരേ. അതുകൊണ്ട് ഇനി ആരും ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുക, ആരും ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അഡ്ഡവറക പോകുതീരാ ചെന്നിട്ട് ഒരു പ്രഖ്യാപന പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുതൽ ഈ മുത്അബിന് അതിയിച്ചല്ലോ ഒരാൾ ചൊല്ല. അയാളെ മോനായിട്ട് പ്രസിദ്ധ സ്വഹാബി ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു ചൊല്ല സ്വഹാബി. ആ ഒരു ബർക്കത്തിൽ അയാളെ മക്കല്ല ഒരു സ്വഹാബിയാവുള്ള ഒരു അവസരം കൂടി കിട്ടും. മുത്ഇബിന് അതിയിച്ചുള്ള അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയൊരു ഹെൽപ്പാക്കിയ ഒരു മനുഷ്യനായിട്ട് ഇവിടെ അയാൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞാൽ ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 ആൾമാരെ അറസ്റ്റ് ആക്കിയാറല്ലേ മുസ്ലിമീങ്ങ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജുബൈർ ബിൻ മുത്ഇം ചൊല്ല ഇയാളെ മോൻ്റെ എതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് ലൗകാന അബൂക ഹയ്യൻ, നിന്റെ ബാപ്പ ഹയാത്തുണ്ടായിട്ട് ഈ ആൽമാരുടെ വിഷയത്തിൽ സുമ്മ കല്ലമനി ഫി ഹൗലായി, ഈ ആൽമാരുടെ വിഷയത്തിൽ നണ്ടയിൽ നിങ്ങൾ റിക്വസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടുവിടത്തെ ഈ ആൽമാറും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൃതജ്ഞത കൊടുക്കണം, അത് മോൻ്റെ സമാധാനാക്കുകയും അതേപോലെ അയാളാക്കിയ ഒരു ഹെൽപ്പുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന ഒരു ശുക്രായിട്ട് ലോകത്ത് പ്രഖ്യാപിക്കരുത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹും ജണ്ടാൽക്കും അഭയം കൊടുത്തിട്ടു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ശത്രുക്കളുടെ ഇടയിലെ ഈ എല്ലാ ശത്രുതം മുതലിട്ടിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദീൻ്റെ പ്രബോധനമായിട്ട് മുന്നോട്ട് പോണ്ടു. ബേജാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാരീ കഷ്ടപ്പെട്ടുണ്ടു. എന്തെല്ലോ അനാവശ്യമായ പലക്ക കേൾക്കണോടു, എന്തെല്ലാം വേണ്ടാത്ത ആരോപണങ്ങൾ എന്തെല്ലാം കേട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുഃഖത്തിലേക്കുള്ള ഒരു ടൈമു 3 വർഷത്തെ മക്കത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുടെ ദീനുവേനായിട്ട് പ്രചരിപ്പിக்கிறോ, അള്ളാഹുടെ ദീനുവേനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോരാടിയിട്ടുള്ളോ. ഈ 3 വർഷത്തെ ജീവിതത്തിൽ ഭയങ്കരമായ കഷ്ടം വരുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ആർക്കും കൊടുക്കാത്ത ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ബിരുദ്, ഒരു സൽക്കാര അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കടോ. അതായിട്ട് ഇസ്രാ മിഅ്റാജ് ചൊല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. ലോകത്ത് ഒരു നബിമാർക്കും കിട്ടാത്തോ സുബ്ഹാനല്ലാഹ് അത്ഭുതകരമായ ഒരു ഇസ്രാ മിഅ്റാജ് ചൊല്ലോ ഒരു വല്ലാത്ത ഒരു യാത്ര. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നേരിട്ട് കാണുള്ള ഒരു വലിയൊരു സുവർണാവകാശ, ഒരു വജ്രാവകാശം ചെന്നിങ്ങുമയ്യാവല. അങ്ങനത്തെ ഒരു അവകാശ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു താല കൊടുക്കണം. 10 വർഷം പൂർത്തിയാവുമ്പോൾ 11ാമത്തെ വർഷം ഒരു ദശവാർഷിക അള്ളാഹു സുബ്ഹാനഹു വ തആല ആചരണാക്കടോ. ദശവാർഷിക എങ്ങനെ ആചരണാക്കടോ? സുബ്ഹാനല്ലാഹ് അള്ളാഹുടെ നേരിട്ട് കാണുകൂ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര വട്ടം ഉൾപ്പെട്ടിട്ട് അള്ളാഹുടെ കാണണം ചെന്നിട്ട് അതേ സമയത്ത് എത്രമാ കോടിക്കണക്കിലുള്ള ഒരു ചെറിയൊരു പ്രകാശ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് അള്ളാഹു താല കാട്ടിയപ്പോൾ ഫഖറ മൂസ സ്വൈഖാ, മൂസാ നബി അലൈഹി സ്വലാമുക്ക് ആ പ്രകാശം നോക്കുള്ള ശക്തി ഉണ്ടായില്ല, ബോധം കെട്ട് പോന്തു. അങ്ങനത്തെ ഒരു വലിയൊരു അവകാശ, ആ ഒരു ശക്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു താല കൊടുത്തിട്ട് നേരിട്ട് കാണുള്ള ഒരു അവകാശ. സുബ്ഹാനല്ലാഹ് അത് എവിടെ പോണ്ടോ അതിൽ പല അഭിപ്രായങ്ങളിലെങ്കിലും ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ ഔത്തിലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 11ാമത്തെ വർഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 51ാമത്തെ വർഷ, 10 വർഷം പൂർത്തിയാക്കിയിട്ട് ആ 11ാമത്തെ വർഷ ദശവാർഷികത്തിക്ക് ഇങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഒരു വലിയൊരു ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു താല കൊടുക്കട. അതായിട്ട് ഇസ്രാ മിഅ്റാജ്. മഹദിയായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നിൻ്റെ ഒരു പെണ്ണിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ
ദീൻ്റെ വിഷയത്തിൽ എല്ലാ നിലക്കും പരിപൂർണമായിട്ട് ഒരു ഖാദിമത്തായിട്ട് ഇന്ന ഒരു പെണ്ണിങ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാപ്പയുടെ ഭാഗത്തിൽ കിട്ടിയ ഒരു അടിമ സ്ത്രീ ആയിട്ട് ഇട്. ആ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ നബി തങ്ങളെ പോറ്റുമ്മാൻ ചെല്ല, നബി തങ്ങളെ ബൽത്തിയ ഉമ്മാൻ ചെല്ല. ആമിന ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 6ാമത്തെ വർഷത്തിൽ ആമിന ബീബി റളിയല്ലാഹു അൻഹ ഒരു യാത്രയിൽ മക്കത്ത് മദീനത്ത് പോയിട്ട് പെറോ പണ്ട യാത്രയിൽ അവിടെ മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹ ആമിന ബീബി റളിയല്ലാഹു അൻഹ വഫാത്താവിടും. മക്കത്തെ മദീനത്തെ പെറോ പണ്ട യാത്രയിൽ മരിക്കുന്നത് ബാപ്പായിട്ട് കിട്ടും. അങ്ങനെ ആമിന ബീബി റളിയല്ലാഹു അൻഹ വഫാത്താവുടെ സന്ദർഭത്തിൽ പിന്നെ ആരുമില്ലാത്ത സന്ദർഭത്തിൽ നബി തങ്ങൾ ഈ കിടാവിടെ കൈ പിടിച്ചിട്ട് മുന്നൽ കൊണ്ടുവന്ന ഒരു പെണ്ണുങ്ങായിട്ട് കിട് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. പിന്നെ ആ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല പുതിയാപ്പിളാക്കിയുടെ ഖുർആനിൽ പേര് പറഞ്ഞ ഒറ്റ ഒരു സ്വഹാബി ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹ. ആ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളിട്ടേക്ക് താങ്ങും തണലായിട്ട് സദാ സന്ദർഭത്തിൽ നബി തങ്ങളെ തണലായിട്ട് നിന്നുണ്ടോ. തായിഫ് യാത്രത്തിൽ പിറവ് വരുമ്പോൾ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും ഭാഗ്യായോ ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആയിട്ടിക്കിട് ഈ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ പിന്നെ മങ്ങിലാവിടും. സുബ്ഹാനല്ലാഹ്. അതിലുണ്ടായ ഒരു കിടാവായിട്ടിക്കിട് ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഹിബ്ബ് റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബീബ്. സെയ്ദ് റളിയല്ലാഹു അൻഹു ഹിബ്ബ് റസൂലില്ലാഹ്, നബി തങ്ങളെ ഹബീബായിട്ടിക്കിട്. അതേപോലെ ഉസാമത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ ഹബീബ് ചെല്ല പേരിൽ അറിയപ്പെടുറോ ഉസാമത്ത് റളിയല്ലാഹു അൻഹു. ഈ ഒരു വലിയൊരു കുടുംബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചപ്പോൾ, നബി തങ്ങളോ ബിർസ വെച്ചപ്പോൾ, നബി തങ്ങളോ ദീൻ്റെ പ്രബോധനത്തിൽ സഹകരിച്ചിട്ടാവുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര ഒരു നല്ല ബറക്കത്താകപ്പെട്ട ഒരു കുടുംബ. ആ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ പോറ്റുമല്ലേ ഐമയുടെ ഔത്തിലായിട്ടിക്കിട് ഇറങ്ങിട്ടിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിട്ട മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടോ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ അഖ്സാ ഇലൽ മസ്ജിദിൽ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ അലീം ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സൂറത്തുൽ ഇസ്രായുടെ തുടക്കത്തിലെ അല്ലാഹു തആല അത്ഭുതമായിട്ട് ചൊല്ലും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലദീ. അത്ഭുതത്തിക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമായിട്ട് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി. ആശ്ചര്യ കിനാവ് ഭയങ്കര ആശ്ചര്യപ്പെടാനുണ്ടില്ല. കിനാവ് എങ്ങനത്തെ അല്ല നമുക്ക് കാണ്ട, ഏതെല്ലാം റായത്തേക്ക് നാം കിനാവിൽ പോയിട്ട് വേണ്ട. അതേ സമയത്ത് ഒരേ ഒരു ജാവ് ഇറങ്ങിയാൽ പിന്നെ സുബി അവിടേക്ക് പോന്നോളൂ. മക്കത്തോ ബൈത്തുൽ മുഖദ്ദസ്ക്ക് പോണ്ടു, അവിടെ 7 ആകാശത്ത് പോണ്ടു, അതിനെ മേലും പോണ്ടു. അവിടെ ഒരു നല്ല പരിശുദ്ധമായ ഒരു ജാഗൽ ദയിക്കറ് അള്ളാഹുമായിട്ട് സംഭാഷണാക്കിട് 5 വക്ത നിസ്കാരം എടുത്തോണ്ട് സുബൈ മുന്നൽ എത്തറ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി. അത്ഭുത, എന്തൊരു അത്ഭുത. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദി. ഒരാൾ അള്ളാഹു പരിശുദ്ധനാൻ. അസ്റാ ബി അബ്ദിഹി, അവൻ്റെ അടിമട അവൻ ജാവ് കൊണ്ടുപോയി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. ജാവുകു മസ്ജിദുൽ ഹറാമിടോ മസ്ജിദുൽ അഖ്സകു ആ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോണ്ട. എത്രയോ 1000 കിലോമീറ്റർ ദൂരമല്ലോ മസ്ജിദുൽ അഖ്സക്ക്. ബുറാഖ് ചൊല്ല പ്രത്യേകമായ ഒരു വാഹന, ഒരു സ്പെഷ്യലായിട്ടുള്ള വാഹനം റെഡിയാവുള്ളൂ. ഇതെന്താ, ഇത് 10 വർഷം അള്ളാഹുടെ ദീനിക്ക് ഖിദ്മത്തെടുത്തതിനോ ഒരു വാർഷിക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കണോ ഒരു വലിയൊരു സ്ഥാന. സാധാരണ വലിയ വലിയ ആലിമീങ്ങു വലിയ വലിയ മഹാന്മാർ 10 വർഷം ദർസ് നടത്തുന്നോ മുദരിസ്മാർ, അല്ലെങ്കിൽ 10 വർഷം അള്ളാഹുടെ ദീനിക്ക് വേണ്ടി ഖിദ്മത്തെടുത്ത മഹാന്മാരായ ആലിമീങ്ങു സാധാരണ റായത്തുന്ന മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ ഒരു സമാരംഭാക്കിടാറ്. ഒരു ദശവാർഷിക ചെന്നിട്ട് അങ്ങ് ഒരു സന്മാന കാര്യക്രമം ആക്കലുണ്ട്. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി കാട്ടിയതായിട്ട് ഇടും. 10 വർഷം അള്ളാഹുടെ ദീനിവനായിട്ട് എല്ലാ ത്യാഗങ്ങളും സഹിച്ചിട്ട്, എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ട്, എല്ലാ പറച്ചലും തിണ്ടിത്ത്, എല്ലാ അടിയും തിണ്ടിത്ത്, കായ്ക്കാലിൽ ചോരവന്ത് പൊട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ഇത്രയുള്ള കഷ്ടമെന്നോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങു അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സന്മാന സമാരംഭാക്കിടോ. സന്മാന സമാരംഭം അതോടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോ വിളിക്കുവാനായിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള വാഹന ബുറാഖ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടി പറയുവാനായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചെണ്ട ഖാദിം വൽ ജിബ്രീൽ ഖാദിമുഹു വൽ ബുറാഖ് മർകബുഹു. ജിബ്രീൽ അലൈഹിസ്സലാം ഖാദിമ്, ബുറാഖ് നബി തങ്ങളെ മർക്കബ് വാഹന. ഒരു അള്ളാഹുടെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലക്കുകളുടെ നേതാവ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമായിട്ട് ഇങ്ങനെ ഖാദിമായിട്ട് കൊണ്ട് നബി തങ്ങളെ കുട്ടി പോകും. ലോകത്ത് ആരും ഉപയോഗിക്കാത്തോ എവിടെയും കാണാത്തൊരു സ്പെഷ്യലായിട്ടുള്ള വാഹനം നബി തങ്ങൾക്ക് പേരായിട്ട് മാത്രം തയ്യാറാക്കിയല്ലോ. ഹൈ സ്പീഡ്. അതിൻ്റെ സ്പീഡ് എങ്ങനെ? അതിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ കണ്ണ് എവിടെ എത്തറ് അവിടെ ഒരു ഹെജ്ജ, അത്ര സ്പീഡുള്ള ഭയങ്കരമായ ഇന്നത്തെ ഈ പിന്നെ 1 കോടി 2 കോടി 3 കോടി പ്രകാരമൊന്നും അല്ല, അത്രയും ഹൈ സ്പീഡുള്ള ഭയങ്കരമായ ചന്തത്തോ ഒരു പ്രത്യേകമായ തര വാഹനം. ആ വാഹനത്തെ ഭാഗ്യമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലോ വഹുവ ദാബത്തുൻ അബിയലു, വെളുത്ത കാറ്. വൈറ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? വെളുത്ത മൃഗ. ത്വവീലുൻ ഫൗഖൽ ഹിമാർ, അത് നീണ്ടത് വലിയത്, ചെറിയ കാറൊന്നും അല്ല, ആൾട്ടോ 800 ഒന്നും അല്ലത്, വലിയൊരു കാറ്. ദാബത്തുൻ അബിയലു ത്വവീലുൻ ഫൗഖൽ ഹിമാർ, കത്തര കാണ വലിയത്. ദൂനൽ ബഗൽ, വലിയ കുതിരയുടെ കാണ ഗോർ കവിത എല്ലാറല്ലേ, അത്ര കാണ ചെറിയത്. ഒണ്ടയുടെ കാണ ചെറിയും കത്തര കാണ ഒരു മീഡിയം നല്ലൊരു കാർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുന്ന അതിൻ്റെ സ്പീഡ് എത്ര കൊണ്ടുണ്ട്? അതിൻ്റെ 100 120 ഒന്നും അല്ല. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ കണ്ണ് എവിടെ എത്തറ് അവിടെ ആയിട്ടിക്കിട് ഒരു ഹെജ്ജ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതിനാര് ഡ്രൈവർ? ആര്? മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ ഒത്തിൽ ഉറങ്ങിട്ടിത്ത്. കാരണം ഐമായിട്ട് നബി തങ്ങളെ പോറ്റിയ ഉമ്മ ആമിന ബീബിക്ക് പിന്നെ നബി തങ്ങളുടെ ഉമ്മ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൽത്തിര മാത്രമുള്ള ഹാദിമത്തായിട്ട് നിൻ്റെ പെണ്ണിങ്ങ. നബി തങ്ങളെ എല്ലാ നിലക്കും താങ്ങും തണലായിട്ട് നിൻ്റെ തൈമ. ആ ഐമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു മഹത്വമായിട്ട് ഐമയുടെ ഉത്തരം പോണ്ടോ അങ്ങനെ ഉണ്ടല്ലേ? ഹജ്ജി പോകുമ്പോൾ ഉമ്മയുടെ ഉത്തരം പോണ്ട് വണ്ടിക്കറ്. അതൊരു ഉമ്മയുടെ ഒരു ബഹുമാനം, ഉമ്മക്ക് ഒരു ബഹുമാനം കൊടുക്കുന്ന ഒരു ഭാഗമായിട്ട് ഹജ്ജി പോണ്ടതാണ്. എവിടേക്ക്? അത് ഉമ്മയുടെ ഉത്തര ഭർത്തായി പോണ്ട്. കാരണം ഞങ്ങൾ ഇത്ര നിലക്കും വളർത്തിയോ ബലിയാക്കിയ ഉമ്മ. അപ്പോൾ ഉമ്മയുടെ ഒട്ടിക്ക് കൈകാല് പിടിച്ചിട്ട് ആശീർവാദം എടുത്തിട്ട് ഉമ്മയുടെ ഉത്തരം ഇങ്ങനെ പോണ്ട്. അപ്പോൾ ഉമ്മക്കും ഒരു സന്തോഷം. എൻ്റെ ഉത്തരം ഹജ്ജി പോയല്ല 3 തൊട്ട്. ഇതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ ഒത്തിൽ ഉറങ്ങിട്ടിക്കുമ്പോൾ അവിടെ പോണ്ട്. ഉറങ്ങിട്ടിക്കുന്ന സന്ദർഭത്തിലായിട്ട് ഇവിടെ സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്ന വലിയ സംഭവം അത്. അതിന് ഞാൻ ഫുള്ളായിട്ട് വിശദീകരിക്കില്ല. സാധാരണ പലപ്പോഴും ഞങ്ങൾ കേട്ടതായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കൊടുക്കുന്ന സ്വീകരണം നിങ്ങൾ നോക്കും. നല്ല വാഹനവന്ത് ഭയങ്കരമായ ഏറ്റവും പുരുഷമാകപ്പെട്ട ഒരു ഡ്രൈവർ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൂട്ടി പോകൂ. അങ്ങനെ ഒരു ഗാഡിയും ഒരാളും കൂട്ടിയിട്ട് പോകും. ബഹുമാനത്തോടുകൂടി പോണ്ടല്ലേ. പണ്ട് തങ്ങൾ വാലുകെല്ലാം വിളിച്ചുകൊണ്ട് വരുമ്പോൾ അങ്ങനെ ഒരു ആലിമയുടെ ഒരു റായത്ത് കൂട്ടിയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു തങ്ങന്മാർ ഒരു റായത്ത് വാല് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഒരാൾ പോവടങ്ങി പോയിട്ട് അയാളെ കാത്ത് നിന്നിട്ട് ഒരു ഗാഡി എടുത്തുകൊണ്ട് പോയിട്ട് അയാളെ കാറിൽ കൂട്ടിക്കൊണ്ട് പോകണ്ടോ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആ ബഹുമാനമെല്ലാം കുറഞ്ഞില്ല. ഇപ്പം ഫോണാക്കിയിട്ട് വേറൊരുണ്ട്. പിന്നെ എല്ലാവർക്കും സൗകര്യം അങ്ങനെ ഇത്തത് അങ്ങനെ ആയിപ്പോയിത്ത്. ബഹുമാനങ്ങളെല്ലാം നിലക്കും കുറഞ്ഞുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയായിട്ട് ഇവിടെ ഇന്നത്തെ ജമാനിലുള്ളൂ. അപ്പോൾ ഒന്നുമില്ല, അങ്ങനെയല്ല. അവിടെ പോയിട്ട് കാത്തിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകേണ്ട ഒരു സ്വഭാവം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകേണ്ട ഒരു സ്വഭാവമാണ്. ഗാഡി കൊടുന്നിട്ട് ആലം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകണ്ടു. ചുരുക്കി ചെന്നെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തെ പള്ളിയിൽ പോകണ്ടു. പള്ളിയുടെ ജനറക്കാത്ത് നിസ്കരിക്കരുത്. യാത്ര പോകുമ്പോൾ അങ്ങനെ ആയിട്ട് പള്ളിയിൽ പോയിട്ട് ജനറക്കാത്ത് നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ബൈത്തുൽ മുഖദ്ദസ്ക്ക് പോകണ്ടോ. ബൈത്തുൽ മുഖദ്ദസ് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗാഡി നിപ്പാട്ട പാർക്കിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. ഫറബത്തൽ ബുറാഖ ബിൽ ഹൽഖത്തില്ലതി യർബുതു ബിഹൽ അംബിയാ. 3 നബിമാർ പാർക്കാക്കേണ്ടിരുന്നു ആ ജാഗിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുറാഖിടെ പാർക്കാക്കണോ. നബിമാരെ ഗാഡിങ്ങളുടെ പാർക്കിംഗ് അതേ പാർക്കിംഗ് അതേ ജാഗിൽ. ഫൗജദ ഫീഹി ഇബ്രാഹിം വ മൂസ വ ഈസ ഫീ നഫരി മിനൽ അംബിയാ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഗാഡി പാർക്കിംഗ് സ്പെഷ്യലായ ഒരു ജാഗ് അത് 300 അമ്പിയാക്കന്മാർ പാർക്കാക്കിയോ
ആ ഗാഡിയിൽ ആ ജാഗിൽ നബി തങ്ങളെ ഗാഡി പാർക്കിംഗ് എല്ലാം ബഹുമാനമേ. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഗാഡി പാർക്കിംഗ് ആക്കിയിട്ട് പള്ളിയിൽ പോകുന്നുണ്ട് ബൈത്തുൽ മുഖദ്ദസ്. സുബ്ഹാനല്ലാഹ്, അവിടെ പോയിട്ട് നോക്കുമ്പോൾ എന്തോ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. പരിശുദ്ധ ഖുർആൻ ചൊല്ല്. അവിടെ ബൈത്തുൽ മുഖദ്ദസിൽ ഉൾക പോയിട്ട് നോക്കുമ്പോൾ 1,24,000 അംബിയ മുർസുകൾ ഉളു എടുത്തിട്ട് ലൈനായിട്ട് നിന്റെ കാത്ത് നിന്നുകൊണ്ടുള്ള ഇമാമിടോ. സുബ്ഹാനല്ലാഹ്. യാ മുഹമ്മദ് തഖദ്ദം ഫസല്ലി ബിഹിം. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെണ്ട് നിങ്ങളെ കാത്തുണ്ടല്ലോ നോക്കൂ. എല്ലാം ഉളു എടുത്തിട്ട് ഇമാമിടെ കാത്തുണ്ടല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ 1,24,000 അംബിയ മുർസലുകൾ. അതിലാരുണ്ടു? അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാമുണ്ട്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമുണ്ട്, ഖലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമുണ്ട്, റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാമുണ്ട്, ഷെയ്ഖുൽ അംബിയായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഘട്ടാനുഘട്ടികളായ എല്ലാ നബിമാരും മഹാന്മാർ 1000 വർഷം ജീവിച്ചങ്ങ എല്ലാ മഹാന്മാരായ നബിമാർ അവിടെ റെഡിയായിട്ട് നിன்றார். സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം നോക്കൂ. അങ്ങനെ 1,24,000 അംബിയ മുർസലുകൾ അവിടെ ഉണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം ഉളു എടുത്തിട്ട് ലൈനിൽ നിന്റെ കാത്തുകൊണ്ടുള്ളാറ്. നിങ്ങളുടെ നേതാവ് പണ്ട് സ്വീകരണമാക്കൂ. അങ്ങനത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഒരു ജന്മദിനം വരുമ്പോൾ സന്തോഷിക്കാത്ത തങ്ങൾ എന്ത് മൂമിൻ? 1,24,000 അംബിയ മുർസലുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുവാനായിട്ട് അവിടെ ബൈത്തുൽ മുഖദ്ദസിൽ റെഡി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോയിട്ട് എല്ലാവർക്കും ഇമാമായി നിസ്കരിച്ചിട്ട് എല്ലാ നബിമാരട്ടിക്കും ഒരു ചോദ്യം. വസ്അൽ മൻ അർസൽനാ. മരണപ്പെട്ടു പോയ നബിമാരെല്ലാം അവിടെ അല്ലാഹു തആല ഹാജരാക്കിയിട്ട് അങ്ങോട്ടേക്ക് ഒരു ക്വസ്റ്റ്യൻ. തൗഹീദ് കലിമത്തല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും കൂടെ ഈ ലോകത്ത് നിങ്ങൾ പ്രഖ്യാപിച്ചിടാറാണ്. അതെന്തിക്ക് അങ്ങനെ കേൾക്കറോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുടെ മോണു ഇലാഹ് ദൈവ ചെന്നിട്ട് ആരാധിച്ചുകൊണ്ടുള്ളാർ. അതുപോലെ ഉസൈർ നബി അലൈഹി സ്വലാമിൻ്റെ അള്ളാഹുടെ മോണു ചെന്നിട്ടുള്ളാർ. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മലക്ക് ചെന്നിട്ട് വിശ്വസിച്ച മനുഷ്യന്മാർ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ആ വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആൾമാരോട് ചെന്ന് കൊടുത്തിട്ടാറാണ്. അപ്പോൾ എല്ലാ മലായിക്കത്തും എല്ലാ നബിമാരും ചെല്ല ഒരേ ഒരു പലക്ക. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും ചെന്ന ഒരേ പലക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഈസാ നബി അലൈഹി സ്വലാം ചെല്ലു നാനും മനുഷ്യന്മാർക്ക് ചെന്ന് കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നൻ്റെ നബിയാ എൻ്റെ ഇലാഹാക്കണുണ്ട അള്ളാഹുടെ മോണ് ചെന്നിട്ട് ഞാൻ ഉത്തരവാദിയല്ല ചെന്ന് കൊടുത്തിട്ടില്ല. ആ വിഷയത്തിന് നാനില്ല. എല്ലാ നബിമാരും ചെന്നോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിട്ട് ഞങ്ങളെ ഇലാഹ്. അള്ളാഹു അല്ലാണ്ട് ഒരു ഇബാദത്ത് ആർക്കും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാണ്ട് ഒരു പുല്ല് പോലും ഇവിടെ പന്തകു സാധ്യമില്ല. ഒരു എറുമ്പ് പോലും ഒരു ചവിട്ട് അപ്പുറം വെക്കുക സാധ്യമില്ല. അള്ളാഹുടെ ഉദ്ദേശം അള്ളാഹുടെ കുതിരത്തല്ലാണ്ട് കൂടെ എന്തും ഇല്ല. ലാ മൗജൂദ ഇല്ലല്ലാഹ്. ഇതായിട്ട് ഞങ്ങൾ ആദ്യം വിളിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ യഥാർത്ഥ മൗജൂദ് അല്ലാഹ് മാത്ര. ബാക്കിയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയോ അള്ളാഹുടെ സൃഷ്ടികൾ മാത്ര. അതല്ല ബണ്ട് പോണ്ടു ആയുസ് തീരുമ്പോൾ പോണ്ടു ഉണ്ടാവുടു. ഇതല്ല യഥാർത്ഥ മൗജൂദ് ഇവിടെ ഉള്ളവൻ അള്ളാഹു മാത്ര. അള്ളാഹു മൗജൂദുൻ ഫിൽ വജൂദ്. ഈ ലോകത്തിൽ മൗജൂദ് അല്ല മാത്രമാണ്. ഇതായിട്ട് ഞങ്ങളെ റാത്തീബുകളിൽ ഞങ്ങൾ ചൊല്ല ദിക്ർ. ഇത് 1,24,000 അംബിയ മുർസലുകൾ ചെന്ന പലക്കായിട്ട് കിട്. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഔഡ്രോ നിസ്കരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അവിടെ ആ ചെല്ല് റഅയ്തു മൂസാ ഖായിമൻ ഫീ ഖബ്രിഹി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഇനി മേറാജ് കൊണ്ടു 7 ആകാശത്തേക്ക് പത്രോ ഇനിയുള്ള ഇസ്രാ കഴിഞ്ഞിട്ടവിടെ അതിനിടയിൽ ഒരുപാട് സംഭവങ്ങളും ഘട്ടനകൾ നടക്കുന്നത്. അതെല്ലാം ഞാനിപ്പോൾ വിശദീകരിക്കില്ല. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മേറാജ് ആകാശത്ത് പോകണ്ടു. അതായിട്ട് മേറാജ്. മക്കത്തും ബൈത്തുൽ മുഖദ്ദസ് പണ്ടത് ഇസ്രാവ് ചെല്ലാറ്. ജാവ് നടന്നുകൊണ്ട് ജാവ് യാത്ര ചെയ്തത്. അവിടെ മേൽ പണ്ടത് അതായിട്ട് മേറാജ്. ഇനി അവിടെ മേറാജ് സ്റ്റാർട്ടാവണം. ഇതിനൊക്കെയാണ് വലിയ യാത്ര. കാരണം ആകാശലോകത്ത് ഇനി മനുഷ്യലോകത്ത് കൊണ്ടല്ല.
ഇനി മലക്കിങ്ങ താമസിക്കുന്ന ലോകത്ത് ഇതുവരെ മനുഷ്യലോകത്തിലായിട്ട് ഇവിടെ ഭൂലോകത്തിൽ ഇന്നോ ഇനി ആകാശ ലോകത്ത് അത് സാധാരണ മനുഷ്യർക്ക് പോകും സാധ്യമില്ല. അവിടെ എത്തുമ്പോൾ കരിഞ്ഞു പോകും മനുഷ്യൻ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതൊക്കെയാണ് വലിയ യാത്ര ആയിട്ട് ഇനി അപ്പുറത്ത് പോകണ്ടോ. ആ സന്ദർഭത്തിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഖബർ സിയാറത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്കിയിട്ട് ഒരു യാത്ര പോകുമ്പോൾ അങ്ങനെയല്ലേ, മഹാന്മാരായ സ്വാലിഹീങ്ങളെ ഖബർ സിയാറത്താക്കിയിട്ട് അവങ്ങളുടെ ഈ ഷഫാഅത്ത് കേട്ടിട്ട് അങ്ങനെ യാത്ര പോകണ്ടോ. അസ്സഫർ ഖിത്അത്തും മിനൽ അദാബ്, യാത്ര ചെല്ലത് ഒരു അദാബിടെ പോലെ മേൻ ചെന്നിട്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലോ. അപ്പോൾ അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖബർ സിയാറത്താക്കിയിട്ട് അവിടെ യാത്ര പോകണ്ടു. ഇൻഷാ അല്ലാഹ് അതിൽ പിന്നത്തെ യാത്ര നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അത് ചെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതെല്ലാം മനസ്സിലാക്കുകയും പഠിക്കുകയും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.